സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ഗതാഗത വകുപ്പ് ഉറച്ചു തീരുമാനിച്ചു. സ്ലോട്ട് ലഭിച്ച ആളുകൾ കൃത്യമായി ടെസ്റ്റിന് ഹാജരാകാൻ ഗതാഗത വകുപ്പ് ഇന്നലെ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു. ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഗതാഗത വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സലീം മാലിക് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക്, പറയൂ. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 7 ദിവസവും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഈ സമരങ്ങളെ തുടർന്ന് ഇന്ന് 8ാം ദിവസം ഈ ടെസ്റ്റ് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാർ വലിയ നിലയിൽ ഒരു നിലപാട്, ഗതാഗത വകുപ്പ് വലിയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഈ ടെസ്റ്റ് മുടങ്ങിയതിന് വിവിധ കാരണങ്ങളുണ്ടായിരുന്നു, വിവിധ സംഘടനകളുടെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ ആ നിയമം കൃത്യമായി കർശനമായി നടപ്പിലാക്കിക്കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്നൊരു നിർദ്ദേശം ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലാണ്, തിരുവനന്തപുരം മുട്ടത്തറയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ. ഇവിടെ ഇന്ന് 8 മണിയോടുകൂടി ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പോലീസിന്റെ ഒരു വലിയ സാന്നിധ്യം, പോലീസിന്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തണമെന്നൊരു നിർദ്ദേശമാണ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ സജ്ജമാണ്. ഇനി ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടെ എത്തിയാൽ ഇന്ന് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ അവരവരുടെ വാഹനത്തിൽ വന്നാൽ അവർക്ക് ടെസ്റ്റ് നടത്താം എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനങ്ങൾ എന്തായാലും അവർ വിട്ടു നൽകില്ല. അവരിപ്പോഴും സമരത്തിലാണ്. അവർ ആ സമരപ്പന്തൽ ഒരുക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഈ സമരപ്പന്തൽ അഴിച്ചുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമരപ്പന്തൽ ഈ മുട്ടത്തറയിൽ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന് മുൻപിലുണ്ട്. മാത്രമല്ല സാധാരണഗതിയിൽ സംസ്ഥാനത്താകെയുള്ള 86 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ 77 എണ്ണവും ഈ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിയന്ത്രണത്തിലുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഇന്ന് ഈ ടെസ്റ്റ് നടക്കാൻ സാധ്യതയില്ല. പക്ഷേ മുട്ടത്തറയിലാവട്ടെ, അത് സംസ്ഥാനത്താകെ 9 എണ്ണം, സർക്കാരിന്റെ അതല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അധീനതയിലുള്ള 9 ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഒന്നാണ് മുട്ടത്തറയിലേത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവിടെ നടക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരാൾ ടെസ്റ്റ് നടത്താൻ എത്തിയാൽ സ്വാഭാവികമായും സമരക്കാർ പ്രതിഷേധിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു വാക്കുതർക്കത്തിലേക്ക് പോകുമോ എന്നുള്ളതുൾപ്പെടെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മാത്രമല്ല KSRTC-യുടേതായി ഉള്ള ഗ്രൗണ്ടുകൾ, ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഗ്രൗണ്ടുകൾ വിട്ടു നൽകുന്നില്ലെങ്കിൽ KSRTC-യുടേതായുള്ള ടെസ്റ്റിംഗ് സ്ഥലങ്ങൾ, ഭൂമി കണ്ടെത്തി അത് ആ നിലയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് സജ്ജമാക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ ഗതാഗത വകുപ്പ് അറിയിച്ചതിന് പ്രകാരം 20 സ്ഥലങ്ങൾ അങ്ങനെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇനി മറ്റ് സ്ഥലങ്ങളിലും വിട്ടു നൽകാൻ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടങ്ങളിലൊക്കെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഗ്രൗണ്ടുകളുമൊക്കെ ഉപയോഗപ്പെടുത്തി ടെസ്റ്റിംഗ് ഗ്രൗണ്ട് നടത്തണം എന്നുള്ളതാണ് ഗതാഗത വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ ഈ കൂടുതൽ ചർച്ചയ്ക്കപ്പുറത്തേക്ക് ഈ സംഘടനകൾ പറയുന്നത് ഭരണകക്ഷികളിൽപ്പെട്ടവരുടെ സംഘടനകൾക്കല്ലാതെ മറ്റാരെയും മന്ത്രി ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല എന്നൊരു വലിയ ആരോപണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റിലേക്ക് ഇവർ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല CITU ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ സമരത്തിനുണ്ടായിരുന്നെങ്കിൽ CITU ആ സമരത്തിൽ നിന്ന് ആദ്യത്തെ 3 ദിവസത്തിന് ശേഷം പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 23-ാം തീയതി ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ചയുണ്ട്. ആ ചർച്ചയ്ക്ക് ശേഷം വീണ്ടും CITU ഈ സമരത്തിലേക്ക് തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. അപ്പോഴും മറ്റ് സംഘടനകളെല്ലാം തന്നെ സമരത്തിലാണ്. ഈ സംഘടനകളെ സമരത്തിൽ നിന്ന് ഈ പിന്തിരിപ്പിക്കാനായുള്ള ഒരു ശ്രമവും ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം നടക്കുന്ന സമയത്ത് വീണ്ടും മറ്റൊരു ഉത്തരവ് കൂടി ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിയമം കർശനമായി നടപ്പിലാക്കാനായി ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതുകൂടിയാണ് ഈ സമരക്കാരെ ചൊടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.